താമരശ്ശേരി ചുരത്തിൽ റോഡിൽ വിള്ളൽ. 8-ാം വളവിന് സമീപമാണ് വിള്ളൽ രൂപപ്പെട്ടത്. നിലവിൽ ഈ ഭാഗത്ത് വൺവേയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ദേശീയപാത അധികൃതരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഡെൽന ലാസർ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ഡെൽന, കോഴിക്കോടും വയനാട് ജില്ലയിലും ഒക്കെ ശക്തമായ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. ഏതാണ്ട് എത്ര ദൂരത്തോളം ഈ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്? അനീഷ, ഇന്ന് ഉച്ചയോട് കൂടിയാണ് താമരശ്ശേരി ചുരം 8-ാം വളവിന് അടുത്തായിട്ട് ഈ ഒരു വിള്ളൽ രൂപപ്പെട്ടതായിട്ട് കാണുന്നത്. ഉച്ചയോടെയാണ് ഇത് ആളുകൾ അറിഞ്ഞ്. തുടർന്ന് അധികൃതരും ദേശീയപാത അധികൃതരും പോലീസും ഒക്കെ സ്ഥലത്തെത്തി. ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ഒപ്പം തുടർച്ചയായ ഒരു മഴയാണ് ഇത്തരത്തിലൊരു വിള്ളൽ രൂപപ്പെടാൻ കാരണമായത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അത് മറികടക്കാനായി ഇപ്പോൾ നിലവിൽ ഒരു സുരക്ഷാ മുൻനിർത്തി പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതായത് വെള്ളം അതിലേക്ക് ഇറങ്ങാതിരിക്കാൻ, തുടർച്ചയായ മഴ മൂലം വെള്ളം ഇറങ്ങാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഇവിടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അധിക ഭാരം വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അതായത് ചുരം ഇറങ്ങി വരാനോ അതുപോലെ ചുരം കയറാനോ അടിവാരത്തിൽ നിന്ന് കയറ്റി വിടാനോ പാടില്ല. അത് പോലീസുകാരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി എന്നാണ് നമുക്കിവിടെ ലഭിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് അധിക ഭാരം എത്തിയിട്ടുള്ള വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്നുണ്ട്. നിലവിൽ അവിടെ വൺവേയാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകുന്നതായിട്ട്. ശ്രദ്ധിച്ചു പോകണമെന്ന ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. അനീഷ.